നമ്മളിന്ന് നോക്കുന്നത് മൾട്ടി ബാഗർ അല്ല എങ്കിൽ കൂടി അതിൻ്റെ നല്ല രീതിയിൽ പൊട്ടൻഷ്യലി ഗ്രോ ചെയ്യാനുള്ള ഒരു സ്റ്റോക്കാണ്. ജി വെർണോവ എന്ന് പറയുന്ന ഒരു പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി, ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുടെ ഒരു സ്റ്റോക്കാണ് നമ്മൾ നോക്കുന്നത്. അതിൽ പറയാൻ കാരണം അതൊരു സിങ്ക് ലോയിൽ വന്ന് നിൽക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സിങ്ക് ലോയിൽ വന്ന് നിൽക്കുകയാണ്. അതിനൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെയുള്ളൊരു സ്റ്റോക്കാണ് ഈ പറഞ്ഞിരിക്കുന്ന ജി വെർണോവ. ഇതിൽ നമുക്ക് വാച്ച് ചെയ്ത് അറിയാൻ ചാർട്ട് നോക്കി അറിയാൻ പറ്റും. ഏകദേശം ഒരു 3492 റേഞ്ചിൽ നിന്ന് ഇത് മൂവ് ചെയ്ത് 5600 ആ ഒരു റേഞ്ച് വരെ പോയിട്ട് അവിടുന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് താഴോട്ട് ഇറങ്ങി വന്നതാണ്. സോ ഇതിൽ എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ച് ഇപ്പം നിലവിൽ നിൽക്കുന്ന ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന റേഞ്ചിൽ അവർ റീടെസ്റ്റ് ചെയ്ത് നിൽക്കുകയാണത്. റീടെസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്നൊരു പുൾ ബാക്കിന് സാധ്യത വളരെ കൂടുതലാണ്. അതെന്താ പറയാൻ കാരണം വെച്ചാൽ നേരത്തെ ഈ ഒരു ലെവലിൽ തന്നെ വന്ന് അവിടുന്ന് ചെറിയ രീതിയിൽ റീടെസ്റ്റ് ചെയ്തതിനു ശേഷം നല്ല രീതിയിൽ മൂവ്മെന്റ് തന്നിട്ടുണ്ട്. അപ്പം സിമിലർ രീതിയിൽ തന്നെ ഇപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ട് ആണെങ്കിലും നിഫ്റ്റിയും ഒരു പോസിറ്റീവ് ബയാസിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഗ്ലോബൽ ഇഷ്യൂസ് ഒക്കെ ഓൾമോസ്റ്റ് റിക്കവർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇതിനകത്തും കിട്ടും. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് മുകളിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാർട്ടർലിയുള്ള റിസൾട്ട് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഇതിൻ്റെ ക്വാർട്ടർലിയുള്ള റിസൾട്ടാണ്. ക്വാർട്ടർലിയുള്ള റിസൾട്ട് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് ക്വാർട്ടർ ടു ക്വാർട്ടർ ഇതിൻ്റെ പ്രോഫിറ്റ് ഒക്കെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നെറ്റ് പ്രോഫിറ്റ് നോക്കിയാൽ നെറ്റ് പ്രോഫിറ്റ് ഒരു മനിമ രീതിയിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് ക്വാർട്ടർ ടു ക്വാർട്ടേഴ്സ് ആണെങ്കിലും ക്വാർട്ടർ ടു ക്വാർട്ടർ അതിൻ്റെ EPS ആണെങ്കിലും ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതിൻ്റെ EPS ആണെങ്കിലും അതിൽ ക്വാർട്ടർ ടു ക്വാർട്ടർ ഇതിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താഴേക്ക് വന്നിട്ട് ഇതിൻ്റെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ അതിൻ്റെ സമ്മറിക്കകത്ത് നോക്കുമ്പോൾ നമുക്കറിയാം നെറ്റ് പ്രോഫിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നെറ്റ് പ്രോഫിറ്റ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ നേരത്തെ ലാസ്റ്റ് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള പ്രോഫിറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അത് ഗ്രോത്ത് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ഗ്രോത്തിൻ്റെ മൂവ്മെൻ്റാണ് നമ്മൾ ക്യാപ്ചർ ചെയ്യേണ്ടുന്നത്. സോ നിങ്ങൾക്ക് എൻ്റെ ഒരു പ്രോഫിറ്റ് പഴയകാല പ്രോഫിറ്റുകളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും വളരെ കുറഞ്ഞ പ്രോഫിറ്റാണ്. അതിന് വേറെ കുറച്ച് കാരണങ്ങൾ ഉണ്ടായിരിക്കാം. അത് അനലൈസ് ചെയ്ത് നോക്കുന്നതിലുപരി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഗ്രോത്ത്, ആ ഗ്രോത്തിനകത്ത് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. നമുക്ക് 4 വർഷം മുന്നേ 7 കിടന്ന EPS എന്ന് പറഞ്ഞാൽ നേരെ 23, 23, 48, 48 നേരെ 50. സോ ഒരു നല്ലൊരു എന്താണ് ഒരു എന്താ പറയുന്നത്, ഇതൊക്കെയാണ് മൾട്ടി ബാഗർ ഗ്രോത്ത് എന്ന് പറയുന്നത്. സോ ഈ ഒരു EPS അല്ലെങ്കിൽ ഈ ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രോഫിറ്റിൻ്റെ കാര്യം എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. അപ്പോൾ അത് നമ്മൾ ഈ ചാർട്ടിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. ഈ ഒരു റേഞ്ചിൽ നിന്ന് ഇത്രയും പ്രോഫിറ്റിൽ കിടക്കുന്നത് ബൈയിങ് പവർ ഇവിടെ വരികയും ബൈയിങ് പവർ ഉണ്ടായതിനാൽ മുകളിലേക്ക് കയറി പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഒരു ലെവല് 4076 നമ്മൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക. 4076 എബോവ് അത് കൃത്യമായിട്ട് വാച്ച് ചെയ്യുക. അത് വാച്ച് ചെയ്തിട്ട് ഇവിടുന്ന് കൂടുതലും നല്ല രീതിയിൽ പുഷിംഗ് ആണ്, ബയേഴ്സാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എപ്പോഴൊക്കെ വന്ന് ടച്ച് ചെയ്തിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം ബയേഴ്സായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ നമുക്ക് അറിയാൻ പറ്റും ഈ റേഞ്ചിൽ വരുന്നതിന് മുന്നേ തന്നെ ഇവിടെ നിന്നൊക്കെ നമുക്ക് ബയേഴ്സ് ആക്റ്റീവായിട്ടാണ് മുകളിലോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിലേക്ക് വന്നു ഇതിന് താഴെ ലെവലിലേക്ക് പോയി അതിനുശേഷമാണ് റിക്കവർ ചെയ്ത് ഇത് വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇവിടുന്ന് നല്ല രീതിയിലൊരു ബയേഴ്സിൻ്റെ പ്രസൻസ് ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. സോ അത് നോക്കുക. ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്ക് അത് അനലൈസ് ചെയ്തതിന് ശേഷം എൻട്രി എടുക്കാം. ബൾക്ക് എൻട്രി അല്ല, ഈ പറഞ്ഞ ഏരിയ വരുമ്പോൾ ഏരിയ നോക്കിയതിന് ശേഷം എൻട്രി എടുക്കാം. ഈ ഒരു ഏരിയ താഴോട്ട് പോകാൻ സാധ്യത തീരെ കുറവാണ്. ഈ ഒരു ലെവലിൽ നിന്നും സപ്പോർട്ടിൽ നിന്നും വളരെ 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 കുറവാണ് താഴോട്ട് പോകാൻ. ഈ ഒരു ലെവലിൽ ഒന്നുകിൽ ഈ എൻട്രി എടുത്തതിന് ശേഷം ഇവിടെ ചെറിയ രീതിയിൽ കൺസോൾട്ടേറ്റ് ചെയ്യുകയോ അതല്ലെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എൻട്രി എടുത്തതിന് ശേഷം തന്നെ റീടെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും മുകളിലേക്ക് പോവുകയും ചെയ്യും. കാരണം ഇതിൽ താഴോട്ട് വരാൻ വളരെ 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 കുറവാണ് സാധ്യത. അങ്ങനെ വല്ലതും വരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മോശമായിട്ടുള്ള ഈ പർട്ടിക്കുലർ സ്റ്റോക്കിനെ പറ്റി വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും മാർക്കറ്റ് വരികയോ അല്ലെങ്കിൽ നിഫ്റ്റി അത്രയ്ക്ക് താഴേക്ക് ഡൗൺ ആയിട്ട് പോവുകയോ ചെയ്യാൻ മാത്രമേ ഇവിടെ നിന്ന് താഴേക്ക് പോകുന്നുള്ളൂ. സോ ഇത് വളരെ ക്രൂഷ്യൽ സപ്പോർട്ട് സോണാണ്. ഇവിടെ നിന്നൊരു എൻട്രി അപ്സൈഡ് വളരെ 80% സാധ്യത ഉള്ളൊരു എൻട്രിയാണ്. ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ നോക്കുക. നോട്ട് എ റെക്കമെൻഡേഷൻ, ബൈയിങ് റെക്കമെൻഡേഷൻ അങ്ങനെയൊന്നും ഉള്ള എഡ്യൂക്കേഷണൽ പർപ്പസിന്
അറിയാത്തവർക്ക് മനസ്സിലാക്കാനായിട്ട് ഇൻഫോം ചെയ്യുന്നത് മാത്രം. ഓക്കെ.